വെൽക്കം ടു ഏഗൺ ലേണിംഗ്. എൻ്റെ എല്ലാ മക്കൾക്കും ഏഗണിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം രചന മിസ്. അപ്പൊ മക്കളെ, നിങ്ങൾ എല്ലാവരും ഓണപരീക്ഷന്റെ പഠനത്തിലൊക്കെ ആയിരിക്കുന്ന മിസ്സിന് അറിയാം. അപ്പൊ നിങ്ങൾ എല്ലാവരും പഠിക്കുക. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും എങ്ങനെയാണ് ഇതുവരെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്, അതിനെങ്ങനെയാണ് ഉത്തരം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് എന്ത് ചെയ്യണം, എന്താണ് വേണ്ടത് എന്നുള്ളതൊക്കെ കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ ലൈക്ക് ചെയ്തിട്ടില്ലേ നിങ്ങൾ എല്ലാവരും? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതൊന്ന് നോക്കാം. അപ്പൊ ആ രീതിക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നില്ല, ഇനി അറിയാത്തവരാണെങ്കിൽ നോട്ടിലേക്ക് എഴുതിയെടുക്കുക. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഊഹിച്ചടുത്തു എന്നാണ് പറയുന്നത്. ഊഹിച്ചടുത്തു, അത് കൂടി ചേരുന്നേരം എന്താണ്, ശരിക്കും എന്താണോ വാക്ക്, ആ വാക്ക് കൃത്യമായിട്ടായിരിക്കണം നിങ്ങൾ പിരിച്ചെഴുതേണ്ടത്. ഇതിപ്പോ നിങ്ങൾ പിരിച്ചെഴുതുന്ന സമയത്ത് ചില ആളുകൾ എന്ത് ചെയ്യും, ഊഹിച്ച അല്ലെ എടുത്തു എന്നൊക്കെ മാറ്റി എഴുതുന്നവരുണ്ടായിരിക്കും. അങ്ങനെയല്ല, കൃത്യമായിട്ട് ആ വാക്കുകൾ എന്താണോ ആ വാക്കുകൾ നിങ്ങൾ കൃത്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഇവിടെ നോക്കിയേ, ഊഹിച്ചടുത്തു, എത്ര വാക്കുണ്ട്, ഊഹിച്ച് അടുത്തു. അപ്പൊ അത് തന്നെ കൃത്യമായിട്ട് പിരിച്ചെഴുതുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പിരിച്ചെഴുതിയേ, ഊതിക്കെടുത്തി. അത് നമുക്ക് എന്താക്കാം, ഊതി അധികം കെടുത്തി. 2 ക വരുമോ? ഇല്ല. ഊതി കെടുത്തി. എന്താണ്? ഊതി കെടുത്തി. ഇങ്ങനെയാണ് പിരിച്ചെഴുതേണ്ടത്. കൃത്യമായിട്ട് ആ വാക്ക് എന്താണോ ആ വാക്കായിരിക്കണം നിങ്ങൾ പിരിച്ചെഴുതേണ്ടത്. ഇനി അടുത്തത് ഒരു വിഗ്രഹാർത്ഥമാണ്. വിഗ്രഹാർത്ഥം, ഘടകപദം, പിന്നെ എന്താണ് സമസ്ത പദം എന്നൊക്കെ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇവിടെ എന്താണ്, വാൽക്കണ്ണാടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. വാൽക്കണ്ണാടി, അത് നമ്മൾ എങ്ങനെ ആദ്യം വാക്യം പിരിച്ചെഴുതും, വാൽ അധികം കണ്ണാടി അല്ലെ, ഇതല്ലേ വാൽക്കണ്ണാടി ആകുന്നത്. അപ്പം എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം എന്ന് നമുക്ക് നോക്കാം. എന്താ ബന്ധം? വാലും കണ്ണാടിയും, വാല് പോലുള്ള കണ്ണാടി, വാലുള്ള കണ്ണാടി, വാലിന്റെ കണ്ണാടി. അപ്പം വാലും കണ്ണാടി 2 സെപ്പറേറ്റ് ആണോ? അല്ല. വാല് പോലുള്ള കണ്ണാടി, വാല് പോലെയാണോ കണ്ണാടി ഇരിക്കുന്നത്? അല്ല. എന്താണ്? വാലുള്ള കണ്ണാടിയാണോ, വാലുള്ള കണ്ണാടിയാണോ വാൽക്കണ്ണാടി? അതെ. എന്താണ്? വാലുള്ള കണ്ണാടിയാണ് നമ്മൾ വാൽക്കണ്ണാടി എന്ന് പറയുന്നത്. വാലിന്റെ കണ്ണാടിയാണോ, ഒരു വാലുകൊണ്ടാണോ കണ്ണാടി ഉണ്ടാക്കുന്നത്? അല്ല, ചില്ലുകൊണ്ടല്ലേ. അപ്പം കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന അതിന്റെ ബന്ധം എന്താണ്. ഇനി ഒക്കെ വരുന്നത് എപ്പോഴാണെന്നറിയോ, അച്ഛനും അമ്മയും അല്ലെ, അച്ഛനമ്മമാർ, കൈകാലുകൾ, പിന്നെ രാമലക്ഷ്മണന്മാർ, ഇതൊക്കെ പറയുന്നവരാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൃത്യമായിട്ട് എന്താണ്, കൈയും കാലും, അച്ഛനും അമ്മയും, രാമനും ലക്ഷ്മണനും, ഇങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ, അരുണൻ അസ്തമിച്ചതും മറന്നില്ലല്ലി അല്ലെ, ഏതാണ്? സാന്ദ്ര സൗഹൃദത്തിലെ വരികളാണ്. അരുണൻ എന്ന് വെച്ചാൽ ആരാ? സൂര്യനാണല്ലേ. അണ്ടർലൈൻ ചെയ്ത് നോക്കി നിങ്ങൾ. അരുണൻ എന്ന് വെച്ചാൽ അരുണൻ അസ്തമിക്കുക, സൂര്യൻ അസ്തമിക്കുക. അടിവരയിട്ട പദത്തിന് സമാനമായി അർത്ഥം വരുന്ന പദം തിരഞ്ഞെടുത്ത് എഴുതുക. നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു, നിങ്ങൾ നോക്കിയേ, നക്ഷത്രം, ഈനൻ, പൗർണമി, മേഘം. നക്ഷത്രമാണോ സൂര്യൻ? അല്ല. പൗർണമി ആരാണ്? ചന്ദ്രനാണ്. മേഘം എന്താണ്? മേഘമാണ്. അപ്പൊ ഇതിലേതാണ് ശരി ഉത്തരം? ഇനനാണ്. എന്ത്? സൂര്യൻ. നിങ്ങൾക്ക് എവിടെയെങ്കിലും പഠിക്കാനുണ്ടായിരുന്നോ? അല്ലെ, മുക്തകത്തിൽ നിങ്ങൾക്ക് ഇനൻ എന്ന വാക്ക് നിങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇത്തരത്തിലായിരിക്കും ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരിക 1 മാർക്കിന്റെ. ആരാമത്തിലെ പൂച്ചെടിയിലും മതിലിൻ വിടവിലെ പാഴ്വള്ളിയിലും ഇനകരങ്ങൾക്ക് തുല്യോത്സവങ്ങൾ. ഇനകരങ്ങൾ ഇപ്പം പറഞ്ഞില്ലേ, ഇനൻ ആരാണ്? സൂര്യൻ. അപ്പം 2, അതായത് ഏത് കൊട്ടാരത്തിൽ വളരുന്ന പൂച്ചെടി ആണെങ്കിലും ഒരു മതിലിൽ വളരുന്ന പാഴ്ചെടി ആണെങ്കിലും സൂര്യൻ എന്താണ്? സൂര്യന്റെ കരങ്ങൾ, അതായത് സൂര്യരശ്മികൾക്ക് ഇവ 2 പേരും എന്താണ്? ഒരുപോലെയാണ്. ഇവിടെ പ്രകൃതി നൽകുന്ന പാഠം എന്താണ്? ഇതിലൂടെ പ്രകൃതി നൽകുന്ന പാഠം എന്താണ്? വിവേചനമാണോ? വിവേചനം വേർതിരിവാണോ? അല്ല. സ്വാർത്ഥത, സ്വന്തം കാര്യം നോക്കുന്നതാണോ? സൂര്യൻ സ്വന്തം കാര്യം നോക്കാണോ? അല്ല. അവഗണന, ആരെങ്കിലും സൂര്യൻ ഇവിടെ അവഗണിക്കുന്നുണ്ടോ? അല്ല. അപ്പൊ ഉത്തരം ഏതാണ്? സമഭാവന. എന്താണ് സമഭാവന എന്ന് വെച്ചാൽ എല്ലാത്തിനെയും ഒരുപോലെ കാണാനുള്ള ആ ഒരു മനോഭാവത്തെയാണ് സമഭാവന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു ചോദ്യം നിങ്ങൾ നോക്കിയേ, തിരുമേനി ഒന്ന് മാറിയിരിക്കണേ, അവനാകെ
മാറിയിരിക്കുന്നു. ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരേപോലുള്ള വാക്കുകൾ തന്നിട്ട് അർത്ഥവ്യത്യാസം ചോദിക്കും നിങ്ങളുടെ അടുത്ത്. അടിവരയിട്ട പദങ്ങൾ വാക്യ സന്ദർഭത്തിന് നൽകുന്ന അർത്ഥവ്യത്യാസം. കണ്ടോ, അർത്ഥവ്യത്യാസം. അപ്പൊ കൃത്യമായിട്ട് ആ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ വിശദീകരിച്ചാൽ മതി. തിരുമേനി ഒന്ന് മാറിയിരിക്കണേ എന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കൂ, അല്ലെ, അവിടെ നിന്നൊന്ന് മാറി നിൽക്കൂ എന്നാണ് അർത്ഥം. ഇനി അവനാളാകെ മാറിയിരിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? അവന്റെ രൂപത്തിലും ഭാവത്തിലും വേഷത്തിലും ഒക്കെ എന്താണ് മാറ്റം വന്നു. ഒരു വ്യക്തിക്ക് വന്ന മാറ്റത്തെയാണ് അവനാളാകെ മാറിയിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൃത്യമായിട്ട് ആ വരി എഴുതുക. 2 മാർക്കിന് വെറുതെ ഒരു പോയിന്റ് എഴുതി വെച്ചാൽ മതിയോ? പോരാ, 2ഓ 3ഓ വരിയിലായിരിക്കണം നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. ഈ രീതിക്കായിരിക്കും 1 മാർക്കിന്റെയും 2 മാർക്കിന്റെയും ചോദ്യങ്ങൾ മക്കൾക്ക് എഴുതാനുണ്ടായിരിക്കുക. എല്ലാവരും നല്ല രീതിക്ക് പഠിക്കുക. ഇതേപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.